മൈ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ ഈ കുണുങ്ങി എങ്ങോട്ട് പോകുന്നു വിചാരിച്ചാൽ ഞാൻ ലൈസൻസ് എടുക്കാനായിട്ട് നിന്നപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഒരു ഇത് വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഓട്ടോമാമനെ വിളിച്ച് ഓട്ടോയിലാണ് പോകുന്നത്. പകുതിയിൽ എന്നെ അവിടെ ഇറക്കിയിട്ട് ഞാൻ എങ്ങനെയാ നിൽക്കുകയാണ്. എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോകുന്ന കാറും ഇങ്ങോട്ട് വരുന്ന ബസ്സും ഗൈസ്. ആ ബസ്സിൽ ചാടി വലിഞ്ഞ് കയറി ഇരുന്നപ്പോഴത്തേക്ക് വെയിലായതുകൊണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആരെങ്കിലും നോക്കുന്നുണ്ടെന്ന് വിചാരിച്ചുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ താണ്ടെ വർക്കല ഇറങ്ങി ഗൈസ്. ഞങ്ങളല്ല ഞാൻ. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരാളെ കിട്ടി ഗൈസ്. ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. വാവ്. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ എൻ്റെ സൗന്ദര്യവും ആസ്വദിച്ചിരുന്നപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അകവും ഹോസ്പിറ്റലിൻ്റെ അവിടം ഇവിടവും ഒക്കെ ഞാൻ എടുത്തു. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് അടുത്ത് കണ്ട കുറച്ച് ബുക്കൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ബുക്ക് വായിക്കാന്ന് വെച്ചപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്ക് കണ്ടന്റ് വേണ്ടതെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും വായിക്കാമെന്ന് വിചാരിച്ചു. വായിച്ചുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ ഫുള്ളും കിട്ടിയെന്ന് ആലോചിച്ച് ഞാൻ വീഡിയോ മാറ്റിയൊരു ചിരിയും ചിരിച്ച് അങ്ങനെ ആയിരുന്നപ്പോൾ ഡോക്ടർ ഫർസാന എന്നൊരു വിളിച്ചു ഗൈസ്. അങ്ങനെ എൻ്റെ കയ്യിലിരുന്ന പേപ്പറും കൊണ്ട് ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. 1, 4, 3, 5 എന്നൊക്കെ പറയിപ്പിച്ച് ലോട്ടറി ടിക്കറ്റിൻ്റെ റിസൾട്ട് വായിക്കുന്ന പോലെയൊക്കെ വായിപ്പിച്ചിട്ട് എന്നെ പറഞ്ഞ് ഡോക്ടർ വിട്ടു ഗൈസ്. അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ചാരി നിന്നപ്പോൾ എൻ്റെ പഴയ കാലം എനിക്ക് ഓർമ്മ വന്നു. സ്കൂളായിട്ട് വിടാന്ന് വാളിത്തരം കാണിക്കുന്ന ഓർമ്മ വന്നു ഗൈസ്. അങ്ങനെ നിന്നപ്പോൾ ചാലൂക്കാനും അലീനെയും കണ്ട് അലിയും ചാലൂക്കാൻ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞു. അവർ റോഡിൽ തന്നെ ഇറക്കിയപ്പം എൻ്റെ നിഴലിനെ കണ്ട് ഞാൻ തന്നെ പടച്ചു പോയി ഗൈസ്. അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് പിള്ളേരെ നിന്ന് പൊട്ടാസ് മുട്ടായി മേടിച്ച് തിന്ന് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ മുട്ടായി നിങ്ങൾ തിന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്.